ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? ഊതി അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ആയിരുന്നെങ്കിൽ എന്നെ വലിച്ചു ചീന്തി എന്റെ തള്ളക്കും ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോൻ്റെ താഴെ 1, 2, 3 കമൻസുകൾ. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സിൻ്റെ താഴെയും 1, 2, 3 കമൻസുകൾ. ഈ കമൻസൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ട് ഇന്നിനി പോയിട്ട് ഇന്ന് വൈകുന്നേരം വന്ന് ഈ വീഡിയോ ചെയ്ത് രാത്രി ഇടുമ്പോഴേക്ക് എന്തായാലും എൻ്റെ കമൻറ്റിൽ പൊങ്കാല നിറയുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നേരത്തെ എണീച്ചത്. നേരത്തെ എണീക്കാൻ പിന്നെ എൻ്റെ ഏട്ടനും എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് പോർച്ചുഗലിൻ്റെയും ക്രൊയേഷ്യയുടെയും കളിയായിരുന്നല്ലോ. അപ്പം അതിന് നേരത്തെ കാണാൻ എണീച്ചുകൊണ്ട് തന്നെ ആ സൗണ്ടും ആ കലവിലയിലും ഞാൻ അങ്ങ് എണീച്ചു വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഏതാണെന്നുള്ളത് ഫ്രം ദ തംബ്നെയിലും ടൈറ്റിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വിഷയത്തെക്കുറിച്ചാണ്. ആൻഡ് ആ കമൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഹെലൻ ഓഫ് സ്പാർട്ട കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച പോലീസ് പിടിച്ച വീഡിയോ ചെയ്യാത്തത്? എത്രയോ മണിക്കൂറുകളായി ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നില്ല? അപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റ്, റെഡി ആവുന്നു എന്ന് വെച്ചാൽ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഹെലൻ ഓഫ് സ്പാർട്ട എന്നൊക്കെ വെച്ചാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, നമ്മൾ അതിന് വേണ്ടി ഇരുന്ന് പ്ലാൻ ചെയ്യുമായിരിക്കും, അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും റെഡി ആവുന്നു എന്നൊരു കമൻറ്റ് പറഞ്ഞേ. പിന്നെ അതിൻ്റെ താഴെ വന്നു, അഹാനേൻ്റെ ടോപ്പിക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേയായി, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ വേർഡ് ബൈ വേർഡായി വായിക്കുന്നത്? ടോപ്പിക്കുണ്ട് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ, പിന്നെന്താ പാട്ടയുടെ ടോപ്പിക് ചെയ്യൂലേ, നിങ്ങളെല്ലാം ഒരു ടീമാണല്ലോ. ഇങ്ങനെ കമൻസുകൾ ഇങ്ങനെയാണ് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ ഷോർട്സിൻ്റെ താഴെ വന്നിട്ടുണ്ട്. മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്കെതിരെ ധന്യ എസ് നായർ കേസ് എടുത്തു പോലീസ്, പ്ലീസ് ഡു എ വീഡിയോ. അങ്ങനെ നല്ല അടിപൊളിയായി പറഞ്ഞവരും ഉണ്ട്, എന്നാൽ കുത്തി പറഞ്ഞവരും ഉണ്ട്. ഈ അടിപൊളിയായി പറഞ്ഞവർക്കും കുത്തി പറഞ്ഞവർക്കും വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോ. അപ്പോൾ തുടങ്ങിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. ഈ വീഡിയോൻ്റെ താഴെയും എനിക്കൊരു കമൻറ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിനക്കൊന്നും വേറെ പണിയില്ല. യെസ് ഗൈസ്, എനിക്ക് വേറെ പണിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് നിങ്ങൾക്ക് വെച്ച് തരാം. മേ ബി നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ന്യൂസിൽ എന്താ പറഞ്ഞേ? യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ്, മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലൻ ഓഫ് സ്പാർട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാനിത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കര അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തു. ഈ ഇൻഫ്ലുവൻസർമാരെ കൊണ്ടിരിക്കാൻ വയ്യാന്ന്. ചേച്ചി ഇരിക്കണ്ട, ചേച്ചി കുറച്ച് നേരം അങ്ങ് നിന്ന് കാല് വേദനിക്കുമ്പോൾ അങ്ങ് ഇരുന്നാൽ മതി. അല്ലാണ്ട് എന്താ പറയണ്ടേ? എടാ, ഒരാളുടെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വരുമ്പോഴേക്ക് ഉള്ള ഇൻഫ്ലുവൻസർമാരെ മുഴുവൻ വലിച്ചു വാരിയിടേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. കാരണം ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഈവൻ
പല മാധ്യമങ്ങളിലാണെങ്കിലും പല ആൾക്കാർ ഷെയർ ചെയ്ത് തരുന്നതാണെങ്കിലും അല്ലെ പല ഡിസ്കഷൻ ഉണ്ടാവാനുള്ളതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർമാർ. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം പറയുന്ന വ്യക്തികൾ, ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരെയും അങ്ങ് പിടിക്കുകയാണ്. എന്തിനു പിടിക്കുകയാണ്? നിങ്ങൾ മീഡിയക്കാർ ഒരു വിഷയം ഈ മാധ്യമത്തിൽ വന്ന് സംസാരിക്കുന്നതിനേക്കാൾ ജനങ്ങളിലോട്ട് എത്തുക നമ്മൾ വന്ന് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ റീച്ചിന് വേണ്ടി നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു വിഷയത്തെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വലിച്ചു കയറുന്നതിനേക്കാൾ ആ വിഷയത്തെക്കുറിച്ച് ജെനുവിനായിട്ടൊരു വീഡിയോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കാണാൻ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പല വിഷയങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ വളരെ മാസീവായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാരും പല കോൺട്രവേഴ്സീസും ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ സംസാരിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും പല വിഷയങ്ങളിലും ഒന്നൊന്ന് വലിഞ്ഞു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏതൊരു കോൺട്രവേഴ്സി വരികയാണെങ്കിലും അത് മീഡിയക്കാരുടെ അടുത്തോട്ട് എത്തുന്ന കോൺട്രവേഴ്സി ആണെങ്കിലും മീഡിയയിലോട്ട് എത്താത്ത കോൺട്രവേഴ്സി ആണെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാരെടുത്ത് സംസാരിക്കും, പൊലിപ്പിക്കും, അതോടുകൂടി നാലാൾ അറിയുമെന്ന് പേടി നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമാണ് പൊലിപ്പിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് ഹെലനോസ് പാട്ട മാത്രമാണോ ചെയ്തത്? ഞാൻ ഹെലനെ ന്യായീകരിക്കുകയല്ല, ഞാൻ മീഡിയക്കാരോട് ചോദിക്കാനുള്ളതാണ്. ഈ ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഹെലനോസ് പാട്ട മാത്രമാണോ ചെയ്തത്? നമ്മുടെ കൂട്ടത്തിലുള്ള നമുക്കറിയുന്ന നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഈ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ സാധനം ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇനി അപ്പുറത്തെ വീട്ടിലുള്ള ആളെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ? ഇവരുടെയൊക്കെ ന്യൂസ് ടി വിയിൽ വന്നോ? ഇവരുടെയൊക്കെ ന്യൂസ് ഡിസ്കഷനായോ? ഇല്ല. വൈ ഹെലൻ? രണ്ടുപേരും ഒരേ മിസ്റ്റേക്ക് അല്ലേ ചെയ്തത്? അല്ല വേറെ എന്തെങ്കിലും ലഹരി വസ്തു ആയിരിക്കണം, അത് പിടിക്കണമായിരുന്നു. ഓക്കെ, അതില്ല. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അപ്പോഴേക്ക് നിങ്ങൾ ന്യൂസ് കൊടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഹെലനോസ് പാട്ട മദ്യപിച്ചുകൊണ്ട് വാഹനം സൈഡാക്കി നിർത്തുന്നു. ഞാൻ നേരത്തെ ഇട്ട ന്യൂസ് അതാ. വാഹനം സൈഡാക്കി നിർത്തുന്നു. ഈ സൈഡാക്കി നിർത്തിയ വാഹനം പോലീസുകാരെ കണ്ടതോടുകൂടി പോകുന്നു. അതിൻ്റെ പുറകെ പോലീസുകാർ പോകുന്നു. ഹെലനെ വഴിയിൽ നിന്ന് പിടിക്കുന്നു. എൻ്റെ അമ്മോ, ഒരു FIR വായിക്കുന്നത് പോലെയാണ് ഈ ന്യൂസ് വൈറലായത്. എന്തുവാ അത്? നിങ്ങൾ ഇതിലും വൈറലാക്കേണ്ട ഒരു ന്യൂസ് റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ ഡെഫിനറ്റ്ലി എടുത്ത് ഞാൻ സംസാരിച്ചേനെ. ഹക്കീം എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിൻ്റെ. ഞാനതൊരു ഡ്രേക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഇന്നാണ് കണ്ടത്. ഇന്നിപ്പം ഞാനിങ്ങനെ ഈ ടോപ്പിക്ക് ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് സ്ക്രോൾ ചെയ്തപ്പം ഞാൻ ഇൻസ്റ്റാ റീൽ സ്ക്രോളിങ് വളരെ കുറവാണ്. ഞാൻ കുറച്ചും കൂടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ആളാണ്. ഞാൻ ഞെട്ടിപ്പോയി. കിക്കിൽ ലൈവ് വന്നിട്ടാണ് യൂസ് ചെയ്യുന്ന സാധനം കാണിച്ചത്. ഇതൊക്കെ നിങ്ങളെടുത്ത് സംസാരിക്കുക കുറച്ചും കൂടെ. പക്ഷെ ഇല്ല, ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പറ്റി സംസാരിച്ച. അപ്പം ഞാൻ വിചാരിക്കുന്നു നാളെ മുതൽ ഏതൊക്കെ ജില്ലകളിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പിടിക്കുകയാണോ ഈ മനോരമ ന്യൂസിലും മാതൃഭൂമി ന്യൂസിലും അങ്ങനെ എല്ലാ ന്യൂസിലും ഇതങ്ങൊരു ഡിസ്കഷനാവും. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇൻഫ്ലുവൻസേഴ്സ് ഇവരെയല്ലേ കളിയാക്കണ്ടേ, ഇവരെയല്ലേ നാണം കെടുത്തണ്ടേ എന്നുള്ളൊരു സാധനം. ഇതാണ് മീഡിയക്കാരോട് പറയാനുള്ളത്. ചേച്ചിക്ക് എപ്പോഴാണോ കാലിന് ഇരിക്കണം തോന്നുന്നത് അപ്പം ഇരുന്നാൽ മതി, അതുവരെ കുറച്ച് നേരം നിന്നോളൂ. ഇനി ടു ഹെലനോസ് പാട്ട ചെയ്തത് വലിയൊരു തെറ്റാണ്. 100% ഹെലൻ ചെയ്തത് തെറ്റാണ്. കാരണം ഇന്ന് ഈ ലോകത്തുള്ള കുഞ്ഞു മക്കൾക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് എന്നുള്ളത്. അതിനിപ്പോൾ വലിയ ലഹരീൻ്റെ നിയമത്തെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു കാര്യം പറഞ്ഞത്. ഞാൻ ഈ റീസെൻ്റ്ലി ജൂൺ 26 ഇൻ്റർനാഷണൽ ഡ്രഗ് പ്രിവെൻഷൻ ഡേ. അപ്പോൾ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററുകാർ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യും. സ്കൂൾസുകളിൽ, കോളേജുകളിൽ, കമ്മ്യൂണിറ്റികളിൽ. അപ്പോൾ അതിൽ ഞാൻ സ്കൂളിൽ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയൊക്കെ പോയിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ റീൽസ് ഞാൻ ഇട്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇടാം, എൻ്റെ മറ്റേ പേജിലിടും. അപ്പം ഞാൻ അങ്ങനെ ഇട്ടിരുന്നു. പോയ സമയത്ത് ഞാൻ ഈ പിള്ളേരെ അടുത്ത് നമ്മൾ കുറച്ച് സംസാരിച്ച സമയത്ത് പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ എന്നേക്കാളും സ്മാർട്ടായിട്ടാണ് കുട്ടികൾ പല ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. കുട്ടികൾക്ക് നല്ല നോളജ് ഉണ്ട്, നല്ല കഴിവുള്ളവരാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ പിള്ളേർക്ക് വരെ അറിയുന്ന ഒരു കാര്യമാണ് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. ആൻഡ് ഐ ബിലീവ് ഹെലന് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഹെലൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോവുകയും പോലീസ് വരുന്ന സമയത്ത് വണ്ടി നിർത്താണ്ട് വേറെ സ്ഥലത്ത് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക്.
ആൻഡ് ഹെലൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ്. സോ കോൾഡ് ഇങ്ങനത്തെ വളരെ ഡിസ്കഷൻ ആവുന്ന ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ്. ആൻഡ് ഇവരുടെ വീഡിയോസ് ഇട്ടാൽ തന്നെ വിത്തിൻ മണിക്കൂറുകൾ നല്ല റീച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹെലൻ. അപ്പോൾ ആ ഹെലൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിക്കുക എന്ന് പറയുന്നത് ഇസ് എ വെരി റോങ് തിങ് എന്ന് പറയേണ്ടിയിരിക്കും. അപ്പം ഇതാണ് സംഭവം, ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്തായാലും ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കൊരു മോർ ക്ലാരിറ്റി കിട്ടാൻ ഹെലൻ്റെ ആ വീഡിയോയിലോട്ട് നോക്കാം. എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തോണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. ഇപ്പം ഹെലൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ വാഹനം പോലീസ് പിടിച്ചുകൊണ്ട്, ഞാനും കേട്ട ഒരു ന്യൂസ് അതാണ്. ഫസ്റ്റ് ഞാൻ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന് ഞാൻ കേട്ട ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഹെലനെ വണ്ടിയോടുകൂടി പൊക്കി എന്നുള്ളൊരു സാധനം ഞാൻ കണ്ടത്. ഞാൻ ആ സെക്കൻഡ് ഹെലൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുത്ത് നോക്കിയ സമയത്ത് ഹെലൻ അതിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി കണ്ട സമയത്ത് മനസ്സിലായി ഇല്ല, പൊക്കിയിട്ടില്ല. അപ്പോൾ മീഡിയക്കാരുടെ ഒരു പരിപാടി ഉണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സാണ് യൂട്യൂബേഴ്സാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ അങ്ങോട്ട് വലിച്ചു കീറുക എന്ന് പറയുന്ന ഒരു സാധനം. വലിച്ചു കീറേണ്ട ആവശ്യമില്ല. ഡ്രഗ് ആൻഡ് ഡ്രൈവ് പിടിച്ചു, ഫൈൻ ഇട്ടു, ഇതാണ് സംഭവം. എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോകും. വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നടന്ന കാര്യത്തെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ആളൊരു പരിപാടിക്ക് പോയി, പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ബിയർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ആളെ നോട്ട് ചെയ്തു, വന്നു, ആൾക്ക് മനസ്സിലായി. അപ്പം ആ ടൗണിൽ വെച്ച് പിടിച്ചാൽ അതെന്തായാലും ഒരു ഡിസ്കഷൻ ആവും. കാരണം ഹെലനൊക്കെ എന്ന് വെച്ചാൽ ഫേസ് റെക്കഗ്നീഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോയി വീടിൻ്റെ അവിടെ നിർത്തി. പോലീസുകാർ അവിടെ വരുന്നു, വീടിൻ്റെ അടുത്ത് വരുന്നു, ഹെലനെ പിടിക്കുന്നു. മദ്യപിച്ചോ ചോദിച്ചു, മദ്യപിച്ചു എന്ന് പറയുന്നു, ഊതുന്നു, മദ്യം മനസ്സിലാക്കുന്നു. പിന്നെ പോലീസുകാരുമായിട്ട് സംസാരിക്കുന്നു, ആക്കുന്നു, കളകളകളുള്ള ആസ് യൂഷ്വൽ സീൻ എങ്ങനെയാണോ സീനും. പിന്നെ മീഡിയയ്ക്ക് എത്തുന്നു, ഡിസ്കഷൻ ആവുന്നു. ഇതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യം, മദ്യപിക്കാൻ പാടുമോ? മദ്യം ശരിയാണോ? ഹെലൻ ചെയ്തത് തെറ്റല്ലേ? ഹെലൻ മദ്യപിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരോട്. ഞാൻ ഡി അഡിക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ കാണുന്നത് മുഴുവൻ ആൽക്കഹോളിക് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് പേഷ്യൻസിനെയാണ്. ഡ്രഗ് അടിച്ചുകൊണ്ട് ലിവറിന് തകരാറ് വന്ന, ഡ്രഗ് അടിച്ചുകൊണ്ട് ബ്രെയിനിന് തകരാറ് വന്ന, ഡ്രഗ് അടിച്ചുകൊണ്ട് പൈസ ഫുൾ പോയ, കുടുംബം നശിഞ്ഞ എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഒരു 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി മദ്യം എന്ന് പറയുന്നൊരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പം അതൊരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. ഇപ്പം മദ്യപിക്കുന്നവരുമുണ്ട്, മദ്യപിക്കാത്തവരുമുണ്ട്. ഞാൻ മദ്യപിക്കണോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. ഹെലൻ മദ്യപിക്കണോ എന്നുള്ളത് ഹെലൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ മദ്യപിക്കണോ എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അൺകൺട്രോൾഡ് ഡ്രിങ്കിങ് അത് നിങ്ങളുടെ ഫാമിലിനെയും നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയെങ്കിൽ ദാറ്റ്സ് റോങ്. ഓഫ് കോഴ്സ് ദാറ്റ്സ് റോങ് എന്ന് ഞാൻ പറയുന്നു. പിന്നെ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ ഒരു പബ്ബിൽ പോകുന്ന സമയത്തോ മദ്യപിച്ചു കൊണ്ടുപോയി എൻജോയ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പോൾ ഹെലനെ സംബന്ധിച്ചിട്ട് പാർട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ബിയർ അടിക്കുക എന്നുള്ളത് ആളുടെ ഇഷ്ടമാണ്. സോ ദാറ്റ്സ് ഹെർ ലൈക്ക്. അതിനെയല്ല നമ്മളിവിടെ ക്രോസ് പറയേണ്ടത്. അതിന് നമ്മൾ ക്രോസ് പറയാൻ നമുക്കിവിടെ ഒരു അധികാരമില്ല. ആൻഡ് സർക്കാർ വിൽക്കുന്ന സാധനമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. ഇത് അത്ര ദൂഷ്യവശമുള്ള
ഒരാളും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണെങ്കിൽ സർക്കാർ ഇത് നിർത്തണമായിരുന്നു. നെവർ. സർക്കാരിന് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് തന്നെയാണ് മദ്യം. അപ്പം സോഷ്യലി യൂസ് ചെയ്യുന്നതിനും ഒക്കേഷണലി യൂസ് ചെയ്യുന്നതിനും ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഐ തിങ്ക് മേ ബി ഇറ്റ്സ് അപ് ടു യുവർ ഒപ്പീനിയൻ. പക്ഷെ ഇവിടെ പ്രശ്നമായത് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതാണ്. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മദ്യം അറ്റ് ദി ഫസ്റ്റ് സ്റ്റേജ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. നമ്മുടെ ബ്രെയിൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ, സെൻസേഷൻ, മെമ്മറി, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളെ അങ്ങോട്ട് ബാധിക്കും. ഇപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യണം, കണ്ണ് വേണം, ചെവി വേണം, മിറർ നോക്കണം, അതിൻ്റെ കൂടെ നമ്മളുടെ യുക്തിയും വേണം. ഇതെല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുക. നമ്മളുടെ ഈ കോർഡിനേഷൻ ഏരിയയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മദ്യം നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്ത് ഞാനൊരു ക്ലയൻസിന് ക്ലാസ് എടുക്കുന്ന പോലെ ആയിപ്പോയി. അപ്പം മദ്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. ഇപ്പോൾ കറൻ്റ്ലി പെറ്റി സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് ലൈസൻസ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു പെനാൽറ്റിയിലോട്ടോ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പേര് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ട് അതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, അതിന് അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എൻ്റെത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത് ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും എൻ്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സാധനം ഇത്ര വിഷയമാവാനുള്ളതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഇത്ര ഡിസ്കഷൻ ആവാനുള്ളതിൻ്റെ കാരണം ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാനുള്ളതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരാളെ പിടിച്ചാൽ അയാൾ അയ്യോ സാറേ പിടിക്കല്ലേ, പ്രശ്നമാക്കല്ലേ എന്ന് പറയുന്നവരുണ്ട്. അയ്യോ സാറേ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. ഇവരിനി ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരാണെങ്കിലും അത് പറഞ്ഞ് വിടുക ചെയ്യാം. പക്ഷേ ഹെലൻ ഈ ഒരു വീഡിയോ കണ്ടാൽ ഹെലൻ ഇതിൽ ഒരുപാട് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വേഗം സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം ആളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയിൽ ആൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എടുത്തു പറയുന്നുണ്ട്. എൻ്റെ കാർ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞത്. ഫ്രണ്ടോട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഒരു സാധനം, അതിന് 5 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഞാൻ വരും എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു സാധനം ആവുന്നത് എന്ന് വെച്ചാൽ ഹെലൻ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ടാഗ് ലൈനിലുള്ള ആളാണ്. ഹെലൻ്റെ ഒരു ന്യൂസ് വന്നാൽ അതിനിപ്പോൾ ഹെലൻ MDM അടിച്ചു എന്നതിൻ്റെ പേരിൽ വരെ സോഷ്യൽ മീഡിയയിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അതിനൊന്നും കൂടെ മാറ്റി പറയുകയാണെങ്കിൽ ആസ് എൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോടോ അല്ലെങ്കിൽ ആ സ്പേസിനോടോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. കാരണം നിങ്ങളൊക്കെ നോട്ടഡ് പേഴ്സണാണ്. നിങ്ങളിനി എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ സംസാരം ഉണ്ടായാലും ഏതിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ കള്ളു കുടിച്ചു എന്ന് പറയുന്ന അല്ലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ മീഡിയയിൽ 5-6 ദിവസം ഡിസ്കഷനും പല രീതിയിലും ഈ സാധനങ്ങൾ വലിച്ചു വാരി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെൽ നോൺ പേഴ്സണാണ്.
സോ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. പല വിഷയങ്ങളും വന്നിരുന്ന് ഘോരഘോര സംസാരിക്കുന്ന സമയം തന്നെ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവണം, ഞാൻ സമൂഹത്തിൽ ചെയ്യുന്ന ഒന്നും അനീതി ആവരുത് എന്നും. അതുപോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല, പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എൻ്റെ നമ്പർ ഒന്നും ഇടേട്ടോ, ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പം അത് എനിക്ക് എൻ്റെ ബാക്കി എൻ്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല, ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമ്പുണ്ട നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങൾ പിന്നെ ഈ ഹെലൻ ടെസ്റ്റിനും കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. ആളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഒരു പാർട്ടി ഡ്രഗ് പോലെ, ഒരു ഒക്കേഷണൽ പോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു വലിയ ടോപ്പിക് ആവാൻ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും തെറ്റുണ്ട്, ഇനി റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു റിയലൈസേഷൻ, മേ ബി ഹെലനോസ് പാട്ട അല്ലെങ്കിൽ ഹെലനോസ് പാട്ടേനെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഒരു റിയലൈസേഷൻ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ഞെട്ടി, തുറന്നു പറയാലോ, ഞാൻ ഞെട്ടി. ഞാനിങ്ങനെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നൈറ്റ് ഒരു 7 ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാനിങ്ങനെ കാറിൽ ബ്രദറിൻ്റെ കൂടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ന്യൂസ് ഉണ്ട്. ഞാനത് ഹെലനോസ് പാട്ടയോ എന്ന് പറഞ്ഞാൽ ഞാനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100 അല്ല 200 അല്ല 300 അല്ല 500% ഹെലനോസ് പാട്ട ചെയ്ത ഈ കാര്യത്തിനോട് എനിക്ക് ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും യോജിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത് ചെയ്യരുത്, ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യരുത്. സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്ന, എനിക്ക് ഇത്രയും കാലം ഒരുപാട് സർക്കാരുകൾ വന്നു, ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു, ഫ്രീ ബസ് സർവീസ് കൊണ്ടുവന്നു, ഇനി അതല്ലാണ്ട് മെട്രോ ഉണ്ടാക്കി, തുരങ്കം വന്നു, മെഡിക്കൽ കോളേജ് വന്നു, റോഡ് റെഡിയാക്കി, പലതും ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ തൂഫാനാണ്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഓരോ ദിവസവും ഓരോ തൂഫാൻ്റെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഇനി സമൂഹത്തെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി സേ ലഹരി പ്രശ്നം എന്ന്. അതിനുള്ള ഏറ്റവും നല്ല സ്റ്റെപ്പാണ് ഇതൊരിക്കലും തീരുന്നത്. 5 കൊല്ലം ഇത് കണ്ടിന്യൂ ചെയ്യുക, തൂത്ത് വാരി ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ അങ്ങ് എടുത്തു കളയണം. അതിന് ഇൻഫ്ലുവൻസർ ആണെങ്കിലും, സെലിബ്രിറ്റി ആണെങ്കിലും, നടനാണെങ്കിലും, നടിയാണെങ്കിലും, പാവപ്പെട്ടവനാണെങ്കിലും, ഇനിയും ഒന്നുമില്ലാണ്ട് ജീവിക്കുന്നവനാണെങ്കിലും, റോട്ടിൽ കിടക്കുന്നവനാണെങ്കിലും, ഈ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇതങ്ങ് അവസാനിപ്പിക്കും. അപ്പം ഇനി അടുത്തത് ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന നമ്മളുടെ സ്വന്തം ജാസിയുടെ വീഡിയോ ആണ്. ജാസി ഹെലൻ ഇഷ്യൂവിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന വീഡിയോസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജാസിന് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹെലൻ്റെ ആദ്യമായിട്ടാണ് പറയുന്നത്. ഹെലൻ്റെയും വിഷയം ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ജാസി പറഞ്ഞ കുറേ കാര്യങ്ങളിൽ എന്തൊക്കെയൊക്കെയോ എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട് അത് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ജാസിൻ്റെ വീഡിയോയിലോട്ട് പോകും. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിൻ്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എൻ്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്. ജാസി പറഞ്ഞ ഈ സാധനത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. ജാസി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ജാസിനെയാണ് പിടിച്ചതെങ്കിൽ ഡെഫിനറ്റ്ലി ഹെലനോസ് പാട്ട ആണെങ്കിലും ബാക്കി റിയാക്ഷൻ വീഡിയോ ഒരുപാട് പേര് ഹെലൻ്റെ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എല്ലാവരും എടുത്തിട്ട് ജാസിനെ പറ്റി സംസാരിക്കും. ഹെലൻ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് കുറച്ച് സ്ട്രോങ് ആയി ആണ് സംസാരിക്കുക. അതിപ്പോൾ ഈ ഒരു
ആളുമായി ബന്ധപ്പെട്ട് ഈ ഒരു വലിയ കോൺട്രവേഴ്സിനെ തന്നെ ഹെലൻ സംസാരിക്കുമ്പോൾ പല പല ആക്ഷൻസും കാര്യങ്ങളും ഇട്ടിട്ടാണ്. അത് ആളുടെ ഒരു സ്റ്റൈലാണ്, ആ സ്റ്റൈലായി കണ്ടാൽ മതി. പക്ഷേ ജാസി ഹെലനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കുഷ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഹെലൻ കുറച്ച് ഓവറായി സംസാരിക്കുമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആൻഡ് ജാസി ഏത് വീഡിയോ സംസാരിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് സംസാരിക്കുക, ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ജാസി ഹെലന് ഒരു കൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജാസി സംസാരിക്കും എന്നുള്ളതും ഷുവറാണ്. ജാസി ഇങ്ങനെ അയ്യോ അമ്മേ അച്ഛ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിൻ്റെയും എൻ്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണോ അത് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരെ ജാസിക്ക് കിട്ടിയൊരു ചാൻസ് ജാസി നന്നായി മുതലെടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹെലൻ പറഞ്ഞതുപോലെ ഇങ്ങനെ മുട്ടഹസിച്ച് ചിരിച്ച് വീഡിയോ ചെയ്തില്ലെങ്കിലും കൊടുക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് പറഞ്ഞ ഒരു അലിഗേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ഹെലൻ്റെ മാരേജ് ഇത് ഒളിച്ചോട്ടമാണോ അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്നല്ല, ലൈക്ക് ആളുടെ ഡിസിഷൻ എടുത്ത് ആൾ പോയതാണോ അല്ലെങ്കിൽ വീട്ടുകാർ നടത്തിയതാണോ എന്നറിയില്ല. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ജാസി ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ആ റീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുടെ ഹസ്ബൻഡ് എടുക്കുന്ന ഒരു സെൽഫി വീഡിയോ, അവിടെ അമ്മയും അച്ഛനും അമ്പുടുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. അപ്പം അവരിപ്പോൾ പാച്ചപ്പായി നല്ല രീതിയിലായിരിക്കും പോകുന്നത്. ഇനി പാച്ചപ്പ് ആയോ അല്ലെങ്കിൽ ഇനി പണ്ടേ പാച്ചപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജാസി പറഞ്ഞ ഈ അലിഗേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ഹെലൻ ഇട്ട് കഴിഞ്ഞു. ആൻഡ് ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയം ഇതാണ്. അതിലോട്ട് കുടുംബത്തെ കയറ്റിക്കൊണ്ട് വരേണ്ട ആവശ്യം ജാസിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജാസിക്ക് അത് പറയണമെങ്കിൽ വേറൊരു വീഡിയോ കൂടെ പറയായിരുന്നു. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇത് ഹൈലൈറ്റ് ചെയ്തത് ജാസിക്കറിയാം. ജാസി ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്ത ആൾക്കാർ കാണും. അപ്പോൾ അതിൽ ഹെലന് കുറച്ച് നെഗ് കൊടുക്കാം എന്ന് കരുതി ചെയ്തതായിരിക്കാം. എന്തായാലും ഹെലൻ വരും, ഷുവർ വീഡിയോ ആയിട്ട് വരും എന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ അടുത്ത അവർ തമ്മിലുള്ള ഇനി കുറച്ച് ദിവസത്തേക്കുള്ള ഒരു വർത്തമാനങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ തുടക്കത്തിൽ കർമ്മ പടച്ചോൻ കൊടുത്തത് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹെലൻ ജാസിനോട് എന്തൊക്കെയോ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് ഹെലനെ സംബന്ധിച്ച് ഇറ്റ്സ് എ നെഗറ്റീവ്. ഒരു വലിയൊരു അടിയാണ് ഹെലന് കിട്ടിയത്. ഹെലൻ ഇനി എത്രയൊക്കെ അല്ല ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഇസ് എ സിമ്പിൾ തിങ്, അത് വലിയതല്ല ഇതല്ല മറ്റേതല്ല എന്ന് പറഞ്ഞാലും ഇതൊരു തെറ്റ് തന്നെയാണ്. ഹെലന് സോഷ്യൽ മീഡിയയിൽ കിട്ടാവുന്ന ഒരു വലിയ അടി തന്നെയാണ്. ഞാനത് ഭയങ്കര യോജിക്കുന്നു. 100 അല്ല 200 അല്ല 300% ഞാൻ ഇതിനോട് യോജിക്കുന്നു. ഇത് കർമ്മയാണോ എന്താണെന്നൊന്നും അറിയില്ല. ജാസി കടന്നുപോയ ഒരു സൈബർ ബുള്ളിങ് സ്റ്റേജിൽ കൂടെ തന്നെ മേ ബി ഒരു മണിക്കൂറുകൾ ഹെലൻ കടന്നുപോയി. പക്ഷെ ഹെലൻ ബോൾഡ് ഇനഫ്. ആൻഡ് ഹെലൻ്റെ മിസ്റ്റേക്കിനെ കുറിച്ച് ഹെലന് ഒരു ഇതുണ്ട്. ഹെലൻ വെറുതെ ന്യായീകരിക്കാൻ നിൽക്കാണ്ട് വന്നങ്ങ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി വിഷയം തീർന്നു. ഹെലൻ ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കുകയാണെങ്കിൽ മേ ബി ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്യും. ഞാനും കുറച്ചും കൂടെ വേറെ രീതിയിലായിരിക്കും. പക്ഷേ ഹെലൻ ചെയ്ത തെറ്റിനെ ആൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അത് ജാസി ആണെങ്കിലും ഹെലൻ ആണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് എന്തായാലും കിട്ടും. ജാസിയുടെ ഒരു വിശ്വാസപ്രകാരം ഹെലൻ ജാസിനോട് ചെയ്ത തെറ്റിനാണ് ഹെലൻ ഇത് കിട്ടിയത് എന്നുള്ളതാണ് ജാസി വിശ്വസിക്കുന്നതെങ്കിൽ ജാസി അത് വിശ്വസിച്ചോളും. ഹെലൻ വേറെ പല വ്യക്തികളോടും പലതും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇതാണ് വിശ്വസിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നിങ്ങൾക്ക് ഇതൊരു ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്. പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഒറ്റ സാധനങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലോട്ട് ചൂഴ്ന്നിറങ്ങാനോ കുത്തി മണപ്പിക്കാനോ ആരും വരരുത് എന്നൊരു സാധനം പറഞ്ഞു. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലാക്കി വെക്കണം. ഈ കുത്തി മണക്കുന്ന കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടരുത്. കുത്തി നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുക. ഇപ്പോൾ ജാസി കുറേ ദിവസങ്ങളായി നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുന്നു. പൈസ കളഞ്ഞുപോകുന്നതും പൈസ വെറുക്കുന്നതും ഒക്കെ. ഈ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നു, എൻജോയ് ചെയ്യുന്നു. ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്തോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നോ.
say anything. Why? It's a good content. പക്ഷേ വെറുതെ ഓരോ വിഷയത്തിൽ കയറി സംസാരിച്ച് റിയാക്ട് ചെയ്ത് ഓരോ കളികൾ കളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് സംസാരിക്കും. അപ്പം ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്റ്റ് ചെയ്യുന്ന വിഷയത്തെ എടുത്ത് ചൊറിയാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായി വെക്കുക. പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇതിൽ സംസാരിക്കും. അത് അന്നും ഇന്നും പറയാം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു ജോലിയുമില്ല, ഇതാണ് എൻ്റെ ജോലി. ബൈ.